ഹലോ എവ്രി വൺ, വെൽക്കം ടു ഈ പഠിപ്പുര. എൻ്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും LDCയുടെ ഒരു ഇംഗ്ലീഷ് PYQ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച 2 ആഴ്ചക്കുള്ളിൽ നടന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എക്സാമിൻ്റെ ക്ലർക്ക്, കാഷ്യർ, അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് പോസ്റ്റുകളിലേക്കുള്ള ഒരു 10th ലെവൽ എക്സാം നടന്നിരുന്നു. അതിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. വളരെ റീസെൻ്റായി നടന്ന, ഈ ഇടയ്ക്ക് നടന്ന, അതായത് കഴിഞ്ഞ ആഴ്ച നടന്ന എക്സാമാണ്. എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വൊക്കാബുലറിൽ വന്നിരിക്കുന്നത്, അതുപോലെ തന്നെ ഗ്രാമറിൽ വന്നിരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഒരു സെഷൻ നമ്മൾ 10 വീഡിയോസ് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മുടെ 11th ക്ലാസ് ആണ്. അപ്പോൾ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ഇതുവരെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോവുക, പഴയ ക്ലാസ്സുകൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും, ഒരുപാട് കാര്യങ്ങൾ എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചെന്നൊരു ഐഡിയയും കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം 91 ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി റൈറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കുക എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹി ഹാസ് ലെഫ്റ്റ് ഹിസ് ഹോം. അപ്പോൾ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഹാവ് ഹി, ഹാവൻറ്റ് ഹി, ഈസ് ഹി, ഹാസൻറ്റ് ഹി ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട. ആ ഓക്സിലറി വെർബിൻ്റെ നെഗറ്റീവ് അങ്ങ് കൊടുത്താൽ മതി. കാരണം സെൻറ്റൻസ് പോസിറ്റീവ് ആണല്ലോ. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ടാഗ് എന്തായാലും നെഗറ്റീവ് ടാഗേ വരാൻ പറ്റുള്ളൂ, അല്ലേ? സെൻറ്റൻസ് പോസിറ്റീവ് എങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അതിൽ മാറ്റമൊന്നുമില്ലല്ലോ. ഇവിടെ നെഗറ്റീവ് ടാഗാണ് വരേണ്ടത്. അപ്പോൾ ഹാവൻ ഹി വരില്ല, ഹാവ് ഹി വരില്ല, അതുപോലെ ഈസ് ഹി വരില്ല. ഒന്നെങ്കിൽ ഹാസൻ ഹി അല്ലെങ്കിൽ ഹാവൻ ഹി. കൊടുത്തിരിക്കുന്നത് ഹി ഹാസ് ലെഫ്റ്റ് ഹിസ് ഹോം ആണ്. അപ്പോൾ ഹി ആണ് സബ്ജക്റ്റ് വരേണ്ടത്, അല്ലേ? സബ്ജക്റ്റ് പ്രോനൗൺ ഹിയാ വരേണ്ടത്. ഹീയുടെ കൂടെ ഒരിക്കലും പ്ലൂറിൽ ഹാവൻ ഹി വരില്ല. അതുകൊണ്ട് അതും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. പോയിട്ട് വന്നിട്ട് നമുക്ക് പിന്നെ ഓപ്ഷൻ ആയിട്ടുള്ള ഒരേ ഒരു ഓപ്ഷൻ ഇസ് ഡി ആണ്. ആൻസർ ഹാസൻ ഹി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ചൂസ് ദി one word substitute for the following words in the given sentence. She teaches the art of producing beautiful handwriting. നോക്കാല്ലേ? അപ്പോൾ അതെന്താ നോക്കാം. ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിങ്ങിന് നമ്മൾ പറയുന്ന പേരെന്താ? ഒരെണ്ണത്തിന് നമ്മൾ ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയാറുണ്ടല്ലോ ഒരെണ്ണത്തിന്. ഇതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ആ വൺ വേർഡ് ഏതാ? കാലിഗ്രഫി ആണോ, കൊറിയോഗ്രഫി ആണോ, ഡെമോഗ്രഫി ആണോ, അതോ നമ്മുടെ നൺ ഓഫ് ദി അബവ് ആണോ? ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്, ദ ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. നല്ല രീതിയിൽ എഴുതുന്നതിന് നമ്മൾ പറയുന്ന പേരെന്താ? കാലിഗ്രഫി, കൊറിയോഗ്രഫി, ഡെമോഗ്രഫി, നൺ ഓഫ് ദി അബവ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ ആൻസർ വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനുള്ള ചോദ്യമാണ്. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. കാലിഗ്രഫി ആണ് കറക്റ്റ് ആൻസർ. കാലിഗ്രഫി കറക്റ്റായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതുന്നതിന് കാലിഗ്രഫി. ഓക്കെ. കൊറിയോഗ്രഫി എന്തിനെ പറ്റി പറയുന്ന? ഡാൻസിനെ പറ്റി, അല്ലേ? ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ പറയുന്നതല്ലേ? ഡാൻസിൻ്റെ ഒരു സ്റ്റെപ്പിനെയൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നതാണ് കൊറിയോഗ്രഫി പറയാം. ഡാൻസിനെ പറ്റിയാണ്. ഡെമോഗ്രഫി, ഡെമോ എന്ന വാക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വാക്ക് ഓർത്ത് നോക്കുക. ഡെമോ ഇസ് ഓൾ അബൌട്ട് പീപ്പിൾ, മനുഷ്യരെ പറ്റി. മനുഷ്യരുടെ ഡെമോഗ്രഫി എന്നൊക്കെ പറയുമ്പോൾ ആ പീപ്പിളുടെ ആ സൈസ്, അതിൻ്റെ സെൻസസ്, അതൊക്കെയാണ് സർവേ, അതിനൊക്കെയാണ് ഡെമോഗ്രഫി എന്ന് പറയാം. അപ്പോൾ കാലിഗ്രഫി എഴുത്ത് എല്ലാവരും ഡോക്യുമെൻറ്റ് മെറ്റീരിയൽ പോലെയാണ്. അപ്പോൾ കൊറിയോഗ്രഫി വാസ് അബൌട്ട് ഡാൻസ് ആണ്. ഡെമോഗ്രഫി പീപ്പിൾ സെൻസസ് ആ രീതിയിൽ റിലേറ്റഡ് ആണ്. കാലിഗ്രഫിയാണ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. ഓക്കെ അല്ലേ? കണക്റ്റഡ് ആയിട്ട് പോകാമല്ലോ. അടുത്ത് നോക്കിയാൽ പ്ലൂറൽ ഫോം ഓഫ് ഡോട്ടർ ഇൻ ലോ. ഡോട്ടർ ഇൻ ലോ ഒരു കോമ്പൗണ്ട് വേർഡ് ആണല്ലേ? ഒരു കോമ്പൗണ്ട് വേർഡാണ് ഡോട്ടർ ഇൻ ലോ. കോമ്പൗണ്ട് വേർഡുകൾ, അതും ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വന്നാൽ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? മെയിൻ വേർഡ് നോക്കുക. ഈ ഡോട്ടർ ഇൻ ലോ എന്ന് പറയുന്നത് ഒരു ഹൈഫനേറ്റഡ് കോമ്പൗണ്ടാണ്. അതിൽ മെയിൻ വേർഡ് ഏതാ? ഇന്ന് പ്രപ്പോസിഷനാ. ലോ എന്ന് പറയുന്നത് നൗൺ ആണ്. പക്ഷെ മെയിൻ നൗൺ എടുത്ത് ഏതാ? മെയിൻ വേർഡ് ഏതാ? ഡോട്ടർ ആണ്. അപ്പോൾ ഡോട്ടർ ഇൻ ലോന്റെ പ്ലൂറൽ എന്ത് വരണം? ഡോട്ടർ ഇൻ ലോസ് വരുമോ, ഡോട്ടേഴ്സ് ഇൻ ലോ വരുമോ? ഡോട്ടർ ഇൻ ലോയ്ക്ക് മാറ്റമില്ല. അത് നൺ ഓഫ് ദി അബവ് ആണോ? ഉറപ്പായിട്ടും ഡോട്ടർ ഇൻ ലോ ആണെങ്കിൽ ഡോട്ടേഴ്സ് ഇൻ ലോ വേണം, അല്ലേ? ഏതാ മെയിൻ വേർഡ് നോക്കുക, ആ മെയിൻ വേർഡിന് പ്ലൂറൽ കണ്ടുപിടിക്കുക, അല്ലേ? ഏതാ മെയിൻ വേർഡ്? ഡോട്ടർ. അപ്പോൾ ഡോട്ടേഴ്സ് ഇൻ ലോ. സോ ആൻസർ ബി ആണ്, ഡോട്ടേഴ്സ് ഇൻ ലോ. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിയേ. ഇതും നമ്മുടെ പ്ലൂറൽ, സിംഗുലർ പ്ലൂറലിൻ്റെ ചോദ്യമായിരുന്നു. നൗണിൻ്റെ ഭാഗത്താണ്, പക്ഷേ വൊക്കാബുലറിലാണ് ചോദ്യങ്ങൾ ചോദിക്കാറ്. അടുത്തത് കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ആണ്. ഏറ്റവും കറക്റ്റായിട്ട് സ്പെല്ലിംഗ് വന്നേക്കുന്ന ഏതാ? ട്രാൻസിയൻ്റ് എന്ന വാക്ക്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് TRANSIENT ആണോ, TRANSCIENT ആണോ, TRENSIENT ആണോ, TRENSCIENT ആണോ? ട്രാൻസിയൻറ്റ്. ട്രാൻസിയൻറ്റ് അർത്ഥം എന്താ? വളരെ നൈമിഷികമായത് എന്നാണ് അർത്ഥം. ടെമ്പററി എന്ന് പറയും. ട്രാൻസിയൻറ്റിൻ്റെ അർത്ഥം ടെമ്പററി ആയിട്ടുള്ളതാണ് ട്രാൻസിയൻറ്റിൻ്റെ സിനണിം, മീനിങ്. ഇതാണ് സിനണിം. ആൻറ്റണിം എന്താ? ട്രാൻസിയൻറ്റിൻ്റെ ആൻറ്റണിം എന്താണ്? പെർമനൻ്റ് ആണ്, അല്ലേ? പെർമനൻ്റ് ആണ് ഇതിൻ്റെ ആൻറ്റണിം. അപ്പം നമുക്കറിയേണ്ടത് ഇതിൻ്റെ
കറക്റ്റ് സ്പെല്ലിംഗ്. ട്രാൻസിയൻറ്റിന് TRANSIENT ആണ് ട്രാൻസിയൻറ്റ് അല്ലേ. ഓക്കെ, അതാണ് കറക്റ്റ് സ്പെല്ലിംഗ്. ശ്രദ്ധിച്ചോണം കേട്ടോ. അടുത്ത fill in the blanks. Those spectacles dash of no use to me. ഈ സ്പെക്ടക്കിൾസ് കൊണ്ട് എനിക്ക് ഗുണമില്ല, അതാണ് പറയണത്. ഈസ് ആണോ, ആറാണോ, ആമാണോ, നൺ ഓഫ് ദി ആണോ? എവിടെന്നാ ചോദിച്ചേക്കുന്നത്? കോൺകോഡ് എന്ന ചോദ്യത്തിൽ നിന്ന്, കോൺകോഡ് എന്ന ഭാഗത്ത് നിന്നാണ് ചോദ്യം ചോദിച്ചിരുന്നത്. കോൺകോഡ്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് നോക്കാം. സബ്ജക്റ്റ് ദോസ് സ്പെക്ടക്കിൾസ് ആണ്. അപ്പോൾ അത് ദോസ് സ്പെക്ടക്കിൾസ്, സ്പെക്ടക്കിൾസ് എന്ന് പറഞ്ഞൊരു പ്ലൂറൽ നൗൺ ആണേ. സ്പെക്ടക്കിൾസ് എന്താ, ഒരു പ്ലൂറൽ നൗൺ ആണ്. കാര്യം എന്തുകൊണ്ട് ഇതിനെ പ്ലൂറൽ നൗൺ ആയിട്ട് പറയുന്നത്? പെയറിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് അല്ലേ. പെയറിൽ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ പ്ലൂറൽ. രണ്ട് കാലുണ്ട് അല്ലേ. കണ്ണട നോക്കിയാൽ രണ്ട് കാലുണ്ടല്ലേ, ഒറ്റ കാലുള്ളതിനല്ല കണ്ണട. അതുകൊണ്ടാണ് സ്പെക്ടക്കിൾസ് എന്ന് പറയാം അല്ലേ. സ്പെക്ടക്കിൾസ്, ഷർട്ട് അല്ല, ഷർട്ട് പോട്ടെ, പാൻസ്, അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ ലെഗിൻസ്, ജീൻസ്, അങ്ങനെയൊക്കെ രണ്ട് കാലുള്ളവയൊക്കെ നമ്മൾ പ്ലൂറൽ ഫോം ആയിട്ടാണ് പറയാം. മാത്രമല്ല ഇവിടെ കൊടുത്തിരിക്കുന്ന ഡിറ്റർമിനർ കൂടെ നോക്കിക്കേ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡിറ്റർമിനറിനെ കൂടെ നമുക്ക് നോക്കാം. ഈ ഡിറ്റർമിനർ എന്താ നോക്കിയേ. ദോസ് എന്ന് പറയുന്ന ഡിറ്റർമിനർ എന്താ, അവ എന്നാ പറയുന്നത്. പ്ലൂറൽ ഡിറ്റർമിനർ ആണല്ലേ, ഇത് പ്ലൂറൽ ആണ്. ദോസിന്റെ സിംഗുലർ എന്താ, ദോസിന്റെ സിംഗുലർ എന്താ, ദാറ്റ് ആണ്. ദോസിന്റെ സിംഗുലർ ദാറ്റ് സിംഗുലർ, ദോസ് പ്ലൂറൽ, ദിസ് സിംഗുലർ, ദീസ് പ്ലൂറൽ ആണല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഓൾറെഡി പ്ലൂറൽ ആണ്. മാത്രവുമല്ല ഇത് പെയറിൽ എക്സിസ്റ്റ് ചെയ്യുന്നവയാണ്. നമ്മൾ പറഞ്ഞല്ലോ ടോങ്സ്, സ്പെക്ടക്കിൾസ്, ബൈനോക്കുലേഴ്സ് ഒക്കെ പ്ലൂറലാണ്. അവിടെ ഈ സാം എന്തായാലും വരില്ല, ആം ഐക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആൻസർ ആറെന്ന് കൊടുക്കാം. ദോസ് സ്പെക്ടക്കിൾസ് ആർ ഓഫ് നോ യൂസ് ടു മീ എന്ന് കൊടുക്കും. ഓക്കെ, അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോറിൻ ഫ്രേസിൽ നിന്നുള്ള ചോദ്യം. ദ മീനിങ് ഓഫ് കാർപേഡിയം. കാർപേഡിയത്തിലൊരു പ്രത്യേക പ്രശ്നമുണ്ട്, സ്പെല്ലിംഗ് ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. കുറച്ച് എറർ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. കാർപേഡിയം ഇതൊരു ഫ്രേസ് ആണ്. കാർപേഡിയം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ ഫ്രേസ് ആണ്. ഈ ലാറ്റിൻ ഫ്രേസിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, കാർപേഡിയം എന്ന ലാറ്റിൻ ഫ്രേസിന്റെ അർത്ഥം ഒരുപാട് വട്ടം എക്സാമിന് PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കാർപേഡിയം എന്ന ഫ്രേസ്. കാർപേഡിയം എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ ആണോ, കെയർഫുള്ളി ആണോ, ഫസ്റ്റ് സൈറ്റ് ആണോ, അതോ എൻജോയ് ദ പ്രസന്റ് ആണോ? ഫസ്റ്റ് സൈറ്റ് പ്രഥമ ദൃഷ്ട്യ അല്ലെ, ആദ്യത്തെ നോട്ടം എന്നുള്ള ഒരു പ്രഥമ ദൃഷ്ട്യ എന്നുള്ളതുണ്ട്. പ്രിമഫേസിയ എന്ന് പറയുന്നത് പ്രിമഫേസി എന്ന് പറയുന്ന ആ ഒരു യൂസേജ് ഫ്രഞ്ച് ഫ്രേസ്. അത് ഫസ്റ്റ് സൈറ്റ്, ആദ്യത്തെ അപ്പിയറൻസിൽ എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. ഇനി കാർപേഡി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇത് പറയുമ്പോൾ ലാറ്റിൻ ഫ്രേസ് അനുസരിച്ച് എൻജോയ് ദ പ്രസന്റ് എന്ന് പറയും. അല്ലെങ്കിൽ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ അതിനെ കറക്റ്റ് ലിറ്ററൽ മീനിങ് ആയിട്ട് പറഞ്ഞാൽ സീസ് ദ ഡേ, ഇന്നത്തെ ദിവസം നിന്റെ കൈക്കുള്ളിലാക്കൂ, അത് നിന്റെയാണ്, യൂട്ടിലൈസ് ഇറ്റ്. ഇന്നത്തെ ദിവസത്തെ പറ്റി ആലോചിക്കും, നാളത്തെ പറ്റിയല്ല. എൻജോയ് ദ പ്രസന്റ് ഡേ, സീസ് ദ ഡേ എന്നാണ് കാർപേഡിയത്തിന്റെ അർത്ഥം. ഒരുപാട് വട്ടം PSC ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കാർപേഡിയം, സീസ് ദ ഡേ, ആൻസർ എൻജോയ് ദ പ്രസന്റ്. ഓക്കെ, ഓർ പ്രസന്റ് ഡേ. അടുത്ത നോക്കാം, ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് പാസീവ് വോയിസ് ഓഫ് ദി ഗിവൺ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ, ദ പോസ്റ്റ്മാൻ ഹാസ് ഡെലിവേർഡ് ദ ലെറ്റർ. സെന്റൻസ് ദ പോസ്റ്റ്മാൻ ഹാസ് ഡെലിവേർഡ് ദ ലെറ്റർ ആണ്. നമുക്ക് വേണ്ടത് പാസീവ് വോയിസ് ആണ്. നമുക്കൊരു കാര്യം അറിയാം, പാസീവ് വോയിസ് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു പാസീവ് വോയിസ് ഒരു സെന്റൻസിൽ വന്നിട്ടുണ്ട്, നമുക്ക് അറിയേണ്ട പോയിന്റ് എന്താ, ഒരു പാസീവ് വോയിസ് വന്ന മെയിൻ ഫോക്കസ് ഇസ് B + V3 ഫോം ഉണ്ടോ നോക്കുക. ഒരു B ഫോർമുലേഷനും അതിൻ്റെ കൂടെ ഒരു V3 ഫോർമുലേഷനും ഉണ്ടോ നോക്കുക. രണ്ടാമത്തെ കാര്യം എന്താ, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആവുന്നുണ്ടോ, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവുന്നുണ്ടോ നോക്കാം. സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആവുന്നുണ്ടോ, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവുന്നുണ്ടോ, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സബ്ജക്റ്റ് ഒബ്ജക്റ്റായി മാറും, ഒബ്ജക്റ്റ് സബ്ജക്റ്റായി മാറും, ഇന്റർചേഞ്ച് വരും അല്ലേ. പിന്നെയോ മൂന്നാമത്തെ കാര്യം നോ ചേഞ്ച് ആണ്. എന്തിനാ ചേഞ്ച് ഇല്ലാത്തത്? സെന്റൻസ് ടൈപ്പിന് ചേഞ്ച് വരില്ല, അതുപോലെ തന്നെ ടെൻസിനും ചേഞ്ച് വരില്ല അല്ലേ. ടെൻസിന് ചേഞ്ച് ഇല്ല, സെന്റൻസ് ടൈപ്പിനും ചേഞ്ച് ഇല്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പാസീവ് വോയിസിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ. അപ്പോൾ നോക്കിയേ, ദ പോസ്റ്റ്മാൻ ഹാസ് ഡെലിവേർഡ് ദ ലെറ്റർ ആണ്. അപ്പോൾ സെന്റൻസ് ടെൻസ് ഇതില പ്രസന്റ് പെർഫെക്റ്റില, ടെൻസ് പ്രസന്റ് പെർഫെക്റ്റില, പ്രസന്റ് പെർഫെക്റ്റ് തന്നെ വേണം ടെൻസ് കൊടുക്കാൻ. അതായത് ഹാസ് അല്ലെ ഹാവ് + V3 വരണം അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവുന്നു, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആണ്. പോസ്റ്റ്മാൻ പിടിച്ച് ഒബ്ജക്റ്റ് ആവുന്നു, ബൈ പോസ്റ്റ്മാൻ വരണം. ബൈ ദ പോസ്റ്റ്മാനും ലെറ്റർ ആണ് വരേണ്ടത്, സബ്ജക്റ്റ് അതാണ്, ദ ലെറ്റർ ആണ് സബ്ജക്റ്റ്. ഈസ് ബീങ് തെറ്റ്. കാര്യം എന്തുകൊണ്ടാണ്, ഈസ് ബീങ് ടെൻസ് മാറിയല്ലോ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലോട്ട് വന്നു, ടെൻസ് മാറി, ഈസ് ബീങ് തെറ്റ്. വാസ് ബീങ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയി, അതും തെറ്റ്. ഹാസ് ബീനും ഹാവ് ബീനും ഉണ്ട്. ലെറ്റർ സിംഗുലർ ആയതുകൊണ്ട് ഹാവ് ബീൻ പറ്റില്ല, അതും എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. പോയിട്ട് വന്നിട്ട് നമ്മുടെ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ C ആണ്. ദ ലെറ്റർ ഹാസ് ബീൻ, ഹാസ് കഴിഞ്ഞിട്ടൊരു ബീൻ + V3, B + V3 ഫോം കറക്റ്റ് ആണല്ലേ. ബിയുടെ കൂടെ V3 ഫോം വരണം, ഹാസിന്റെ കൂടെ ഒരു ബീൻ എന്ന B ഫോർമുലേഷൻ വന്നു. തേർഡ് ഫോം മെയിൻ വെർബ് ഡെലിവേർഡ് ആണ്, ബൈ ദ പോസ്റ്റ്മാൻ, അതും കറക്റ്റ്. അപ്പോൾ കറക്റ്റ് ആൻസർ C ആണ്.
അപ്പോൾ B+V3 ഫോം ഉണ്ട്. സബ്ജക്റ്റ് ഒബ്ജക്റ്റായി, ഒബ്ജക്റ്റ് സബ്ജക്റ്റായി, ടെൻസ് മാറിയിട്ടില്ല, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് തന്നെയാണ്, സെന്റൻസ് ടൈപ്പ് അതുപോലെ തന്നെ, കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്, വേറെ ഒന്നും മാറ്റം വന്നിട്ടില്ല. ഓക്കെ. അടുത്തത് ആന്റണിമിലെ ചോദ്യമാണ്. ആന്റണിം നമുക്കറിയാം, സെന്റൻസ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ആന്റണിം നോക്കുക. ഇവിടുത്തെ വേർഡ് ഇതാണ്, കിൻഡിൽ എന്ന വേർഡാ. കിൻഡിൽ എന്ന വാക്കിന്റെ ആന്റണിം, കിൻഡിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഈ ബുക്കിന്റെ ഒരു കിൻഡിൽ എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ട്. കിൻഡിൽ ബുക്സിന്റെ ഒക്കെ കളക്ഷൻ ഒരു കിൻഡിൽ എന്ന് പറയും. അതുകൊണ്ടാണ് ഇവിടെ ബുക്ക് എന്ന് കൊടുത്തേക്കണം. ബുക്ക്, അതുപോലെ ഡിസ്റ്റിങ്ക്വിഷ് ഉണ്ട്, ഡിസൊലേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റിങ്ക്വിഷ് ഉണ്ട് അല്ലേ. കിൻഡിൽ ചെയ്യുക എന്നൊരർത്ഥമുണ്ട്, കിൻഡിൽ ചെയ്യുക എന്നർത്ഥം. അപ്പോൾ എന്തെങ്കിലും ഒരു കിൻഡിൽ ചെയ്യുക, ഇവിടെ വെർബായിട്ടാണ് കിൻഡിൽ ചോദിച്ചേക്കുന്നത് കേട്ടോ. എന്താ വെർബായിട്ട് കിൻഡിൽ ചോദിച്ചേക്കുവാണ്. അപ്പോൾ ഓർക്കണം, ഡിസൊലേറ്റ് ആയിട്ടുള്ളത് അല്ലെ കിൻഡിൽ അങ്ങനെയുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ഡിസൊലേറ്റ് ഒറ്റപ്പെടുത്തുക എന്നൊരർത്ഥമുണ്ട്, അല്ലെ നശിപ്പിക്കുക എന്നൊരർത്ഥമുണ്ട് ഡെസൊലേറ്റ്. അഡ്ജക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കും ഡെസൊലേറ്റ്. നമുക്ക് അതിൻ്റെ കുറച്ച് ഫോർമുലേഷൻസ് ആദ്യം എഴുതാം. ഡെസൊലേറ്റ് ഞാൻ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിച്ചാൽ ഇതുവരെ ആരും ഉപയോഗിക്കാത്ത അൺഇൻഹിബിറ്റഡ് ആയിട്ടുള്ള എന്നൊരർത്ഥം ഉണ്ട്. അതായത് വളരെ ആളൊന്നും ഇല്ലാത്ത, അൺഇൻഹിബിറ്റഡ് ആയിട്ടുള്ള ആരും താമസിക്കാത്ത എന്നർത്ഥം വരും. ഒന്ന് വെർബായിട്ട് ഉപയോഗിക്കാറുണ്ട് ഡെസൊലേറ്റ്. വെർബായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? പിന്നെ അഡ്ജക്റ്റീവായിട്ട് വേറെ ഒരിതുണ്ട്, അത് മറന്നുപോയി. സാഡ്, ഭയങ്കര സങ്കടപ്പെട്ട എന്നുള്ളതുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഈ ഒരു പറയുന്ന ഒരാളെ വേദനിപ്പിക്കാമെന്നോ അല്ലെ റൂയിൻ ചെയ്യാനോ, വെർബായിട്ട് പറയുമ്പോൾ റൂയിൻ ചെയ്യുക അല്ലെ ഒരാളെ വേദനിപ്പിക്കുക എന്നർത്ഥം കൂടെ ഡിസൊലേറ്റിനുണ്ട്. അതൊന്ന് നോട്ട് ചെയ്തോണേ. പിന്നെ ഡിസൊലേറ്റിന് സാഡ്, ഡിപ്രസ്ഡ്, മിസറബിൾ എന്നൊക്കെ അർത്ഥമുണ്ട്. മിസറബിൾ ഭയങ്കര ഡിസൊലേറ്റ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടവും ട്രബിൾഡ് ആയിട്ടുള്ള ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. അൺഇൻഹെബിറ്റഡ് എന്നുണ്ട്, മിസറബിൾ എന്നുണ്ട്. രണ്ട് അർത്ഥമാണ്, രണ്ടും ഒബ്ജക്റ്റീവ് ഫോർമുലേഷനാണ്. അല്ലാതെ ഡിസൊലേറ്റിന് റൂയിൻ ചെയ്യുക, നശിപ്പിക്കുക. അതുപോലെ തന്നെ വേറൊരർത്ഥം ഡിസൊലേറ്റ്, ഒരാളെ നമ്മൾ ഡിസൊലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളെ വേദനിപ്പിക്കുക എന്ന് പറയും. ഒരാളെ ഡിസ്ഹാർട്ടൻ ചെയ്യുക അല്ലെ, ഒരാളെ എൻകറേജ് ചെയ്യുന്നതിന് പകരം അവരെ അങ്ങ് വീക്കൻ ചെയ്യുക, ഡിസ്ഹാർട്ടൻ ചെയ്യുക എന്നുകൂടെ അർത്ഥമുണ്ട് ഡിസൊലേറ്റിന്. ബുക്ക് എന്നുള്ള അർത്ഥമല്ല. പിന്നെ ഡിസ്റ്റിങ്ക്വിഷ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളൊരു കാര്യത്തിൽ ഡിസ്റ്റിങ്ക്വിഷ് വേർതിരിക്കുക അല്ലെ, സെപ്പറേറ്റ് ചെയ്യുക. വെർബ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക. ഒരാൾ നമ്മൾ ഇന്നിൽ നിന്ന് ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നർത്ഥമാണ്. സെപ്പറേറ്റ് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സ്റ്റിങ്ക്വിഷ് എന്ന് പറഞ്ഞാൽ തീ അണയ്ക്കുക. ആൻസർ എന്താ? തീ അണയ്ക്കുകയാണ് അല്ലേ. കിൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഇഗ്നൈറ്റ് ചെയ്യുക എന്നർത്ഥം. നമുക്ക് ആൻസർ വേണ്ടത് എന്താ? കിൻഡിലിൻ്റെ ആൻറ്റണിമാണ് നമുക്ക് വേണ്ടത്. അത് ആൻറ്റണിം എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുക, തീ അണയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ പുട്ട് ഔട്ട് അല്ലെ, പുട്ട് ഔട്ട് ദ ഫയർ എന്ന് പറയും. പുട്ട് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫയർ, തീ അണയ്ക്കുക, എക്സ്റ്റിങ്ക്വിഷ് ദ ഫയർ എന്നർത്ഥം. അതേസമയത്ത് അതിൻ്റെ സിനണിം എന്താ? ഇഗ്നൈറ്റ് ചെയ്യുക, ആളി കത്തിക്കുക അല്ലേ, ഇൻഫ്ലെയിം ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ ഇൻറ്റൻസിഫൈ ചെയ്യുക അല്ലെ, കൂട്ടുക. എരിയിൽ എണ്ണ ഒഴിക്കുക പറയില്ല, ഇൻറ്റൻസിഫൈ ചെയ്യുക, അഗ്രവേറ്റ് ചെയ്യുക അല്ലെ, എക്സാസ്ബേറ്റ് ചെയ്യുക. അതൊക്കെയാണ് കിൻഡിലിൻ്റെ സിനണിംസ്. ഇഗ്നൈറ്റ്, ഇൻഫ്ലെയിം, ഇൻറ്റൻസിഫൈ ഒക്കെ. ഓപ്പോസിറ്റ് ആൻറ്റണിമാണ് നമുക്ക് വേണ്ടത്. ആൻറ്റണിം എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുക അല്ലെങ്കിൽ പുട്ട് ഔട്ട് ചെയ്യുക എന്ന് പറയും. ഓക്കെ, അത് ഓർത്ത് വെച്ചോണം. അപ്പോൾ ഈ മീനിങ്ങുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ആൻറ്റണിം ഇമ്പോർട്ടൻ്റ്. ഒരെണ്ണത്തിൻ്റെ ആൻറ്റണിം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? അതിൻ്റെ മീനിങ്ങും കൂടെ അറിഞ്ഞിരിക്കുക അല്ലെ. ചോദ്യം ചോദിച്ചാൽ മീനിങ് സിനണിം കൂടെ അറിഞ്ഞിരുന്നു. കാര്യം അടുത്ത ക്വസ്റ്റ്യൻ ചിലപ്പോൾ സിനണിമാണ് ചോദിക്കുന്നതെങ്കിലോ, അതുകൊണ്ട് അതൊന്നും നമുക്ക് അറിഞ്ഞിരിക്കാം കേട്ടോ. അടുത്ത് നോക്കാം. ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഓഫ് ദി ഗിവൺ സെന്റൻസ്. ഗിവൺ സെന്റൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചാണ് ചോദിച്ചേക്കണേ. അപ്പോൾ നോക്കി, ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലോട്ട് വരേണ്ട എന്താ? ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുമ്പോൾ മനസ്സിലോട്ട് വരേണ്ട കാര്യം എന്താ? ഡയറക്റ്റ് സ്പീച്ചിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞേക്കണേ. അപ്പോൾ സെന്റൻസ് നോക്കിയോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ സെന്റൻസ് നമുക്ക് നോക്കാം. സെന്റൻസ് ഇതാണ്: ദ സിംഗർ ഇസ് ലീവിങ് ഫോർ ഇംഗ്ലണ്ട് ടുമോറോ സെഡ് PA. പേഴ്സണൽ അസിസ്റ്റന്റ് പറഞ്ഞു സിംഗർ എന്ത് ചെയ്യാണ്? ലീവ് ചെയ്യാണ് എന്ന് പറയാണ്. നമുക്ക് വേണ്ടത് ഇൻഡയറക്റ്റ് സ്പീച്ചാണ്. ഇൻഡയറക്റ്റ് സ്പീച്ചിൻ്റെ പ്രത്യേകത ഈസ് ഒരു സെൻറ്റൻസിൻ്റെ ടെൻസ് അങ്ങ് മാറും അല്ലേ. ഇൻഡയറക്റ്റ് സ്പീച്ച്, റിപ്പോർട്ട് സ്പീച്ചിൻ്റെ പ്രത്യേകത എന്താ? റിപ്പോർട്ട് ചെയ്യണമല്ലോ, നമ്മൾ ചെയ്യുന്ന ആ സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. റിപ്പോർട്ട് ടു തേർഡ് പേഴ്സൺ, മൂന്നാമതൊരാളിലോട്ട് നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്തണം? ടെൻസ് ചേഞ്ച് ഉണ്ട് അല്ലേ, ടെൻസ് ചേഞ്ച് ഉണ്ട്. എന്തിനൊക്കെ ചേഞ്ച് ഉണ്ട്? ചേഞ്ച് ഉള്ളത് എന്തിനൊക്കെയാണ്? അതിവിടെ എഴുതാം. ചേഞ്ച് എന്തിനൊക്കെ ചേഞ്ച് ഉണ്ട്? ടെൻസും ചേഞ്ച് ആവും, അതുപോലെ തന്നെ നമ്മൾ സെൻറ്റൻസ് ടൈപ്പും ചേഞ്ച് ആവും. സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അല്ല, ക്വസ്റ്റ്യൻ ഒക്കെയാണ് അത് സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറും. എല്ലാം സ്റ്റേറ്റ്മെൻറ്റോട്ട് മാറണം അല്ലേ. അപ്പോൾ സെൻറ്റൻസ് ടൈപ്പിൽ മാറ്റമുണ്ട്. അതുകൊണ്ട് ഞാൻ സെൻറ്റൻസ് ടൈപ്പ് കൂടി ഇവിടെ എഴുതാക്കാം, നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ആ രണ്ട് മാറ്റമുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് പ്രശ്നമില്ല. ദ PA told that the singer was leaving for England next day. ഒരു കാര്യമുണ്ട് ഇവിടെ ടോൾഡ് ദാറ്റ് എന്ന് കൊടുത്തു. ടോൾഡ് കഴിഞ്ഞ് എപ്പോഴും ഒബ്ജക്റ്റ് വേണം കേട്ടോ. ഇത് എല്ലാ സെൻറ്റൻസിലും തെറ്റുണ്ട്. ടോൾഡ് സെഡ് ദാറ്റ് ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. ടോൾഡിൻ്റെ കൂടെ എപ്പോഴും ഒബ്ജക്റ്റ് ആണ്. ടോൾഡ് അസ്, ഞങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞു കൊടുക്കാം.
സിംഗർ ഇസ് ലീവിങ് ടു ഇംഗ്ലണ്ട് ഫോർ ടുമോറോ എന്ന് പറയുന്നത് ഒരാൾ എല്ലാവരുടെയും കൂടി പറയുകയാണെങ്കിൽ ടോൾഡ് അസ്, ടോൾഡ് ദം എന്നൊക്കെ എന്തെങ്കിലും പറയായിരുന്നു കേട്ടോ. അങ്ങനെ കൊടുക്കായിരുന്നു. ഒരു ഒബ്ജക്റ്റ് വേണമായിരുന്നു, അതിവിടെ കൊടുത്തിട്ടില്ല. അതൊരു ചെറിയ എററാണ് ഫ്രം PSC പാർട്ട്. PSCയുടെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നാണ്. ടോൾഡ് കഴിഞ്ഞ് ഉറപ്പായിട്ട് ഒബ്ജക്റ്റ് വേണം നിർബന്ധമായിട്ടും. കാര്യം ടോൾഡ് ഒരു ട്രാൻസിറ്റീവ് വെർബാണ്, അതൊരു സകർമ്മക ക്രിയന് ഒരു ഒബ്ജക്റ്റ് നിർബന്ധമായിട്ട് വേണം. ഇനി നമുക്ക് ബാക്കി കാര്യത്തിലോട്ട് പോവാം. ടെൻസ് കൊടുത്തിരിക്കുന്നത് ഷീസ് ലീവിങ് ആണ്. ഷീസ് ലീവിങ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് എപ്പോഴും പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. അത് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞു. പ്രസന്റ് കണ്ടിന്യൂസ് വന്നത് എന്തായിട്ട് മാറണം? പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് വരണം. അപ്പോൾ ഞാനതൊന്ന് ഓർമ്മപ്പെടുത്താം. ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് കൊടുത്തിരിക്കുന്നത്. ഉറപ്പായിട്ടും അതിന് കൺവേർഷൻ നടക്കണം. കൺവേർഷൻ നടന്ന് എന്തോട്ട് വരണം? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലോട്ട് വരണം. വേണമല്ലോ. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈസ് ലീവിങ് തന്നെ ഒന്ന് തെറ്റ്, ഹാസ് ലീവിങ് തെറ്റ് യൂസേജ് ആണ്. വാസ് ലീവിങ് രണ്ടെണ്ണം ഉണ്ട്. പിന്നെ മാറ്റം ഉണ്ട്. ടുമോറോയ്ക്ക് മാറ്റം വരണ്ടേ? ടുമോറോ തീർച്ചയായും മാറണം. എന്തുകൊണ്ടാണ്? ടുമോറോ എന്ന് പറയുന്നത് എന്താ? ടുമോറോ എന്ന് പറയുന്നത് അഡ്വേർബ് ആണ്. ആ അഡ്വേർബിന് മാറ്റം പറഞ്ഞു. ടുമോറോ എന്ന് തന്നെ അവശേഷിപ്പിച്ചാൽ അതും തെറ്റ്. അപ്പോൾ അവിടെയും പോയിട്ട് വന്നിട്ട് നമ്മുടെ ആൻസർ ഏതാ? ദ PA ടോൾഡ് ദ സിംഗർ, ടോൾഡ് അസ് ദാറ്റ് ദ സിംഗർ. അസ് അവിടെ വേണേ, ഞാനത് പറഞ്ഞല്ലോ, അത് PSCയുടെ ഭാഗത്തൊരു തെറ്റാ. ദാറ്റ് ദ സിംഗർ വാസ് ലീവിങ് അല്ലേ? ഈസ് ലീവിങ്, വാസ് ലീവിങ് ആയി, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി. ഫോർ ഇംഗ്ലണ്ട്, ഓക്കെ. ടുമോറോയ്ക്ക് വരാം, ദ നെക്സ്റ്റ് ഡേയും ആയി. അപ്പോൾ സെറ്റാണേ. അപ്പോൾ ആൻസർ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, കറക്റ്റ്. ഇനി നോക്കിയാൽ അടുത്തത് വൊക്കാബുലറി എന്നുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ചൂസ് ദി അപ്രോപ്രിയേറ്റ് ഫെമിനിൻ ഫോം ഓഫ് ബ്യൂ. ബ്യൂയുടെ ഫെമിനിൻ ഫോം എന്താ ചോദിച്ചേക്കണേ? ബ്യൂ എന്ന് പറയുന്നത് ഇതെന്താ അർത്ഥം? ബ്യൂട്ടിഫുൾ ഫെമിനിൻ ഫോം വേണ്ട. അപ്പോൾ ഇത് മസ്കുലിൻ ഫോമാണ്. ബ്യൂ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ് അല്ലേ? ഇതൊരു ഫ്രഞ്ച് അഡ്ജക്റ്റീവ് ആണ്. ബ്യൂ എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് കൊടുക്കുന്ന അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ആണുങ്ങൾക്ക് കൊടുക്കുന്ന അഡ്ജക്റ്റീവ് ആണ് ബ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയേണ്ടത് എന്താ? അതിൻ്റെ ഫെമിനിൻ ഫോം എന്താണെന്ന്. ഫെമിനിൻ ഫോം ഇത്രേ ഉള്ളൂ, ബെല്ലെ. ബെല്ലെ. പെൺകുട്ടികളെ ആണെങ്കിൽ ഫെമിനിൻ ഫോം ആണെങ്കിൽ നമ്മൾ ബെല്ലെ എന്ന് കൊടുക്കുക. അഡ്ജക്റ്റീവാണ്, ഫ്രഞ്ച് അഡ്ജക്റ്റീവാണ്. അതേ സമയത്ത് ഇത് തന്നെ എക്സാമിന് പറഞ്ഞതില്ല. ബക്ക് ഇവിടെ ഉണ്ട്, ഹാർട്ട് ഉണ്ട്, ലാസ് ഉണ്ട്. ലാസ് ഫെമിനിൻ ഫോമാ. എന്തിന്റെ ഫെമിനിൻ ഫോമാണെന്നറിയോ? ലാസ് എന്തിന്റെ ഫെമിനിൻ ഫോമാണെന്നറിയോ? ലാഡ്. 11 മുതൽ 13 വയസ്സുള്ള പയ്യനെ നമ്മൾ ലാഡ് പറയും. പെൺകുട്ടിക്ക് 13 വയസ്സ് വരെയുള്ള ഒരു പെൺകുട്ടിയെ നമ്മൾ ലാസ് എന്ന് പറയും. പെൺകുട്ടി കേട്ടോ എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് അറിയാവേണ്ട ഒരെണ്ണമാണ് അതുപോലെ നമ്മൾ അറിയേണ്ട ഒരെണ്ണമാണ് ഹാർട്ടും ബക്കും. ഇത് രണ്ടും ഫെമിനിൻ ഫോമുകൾ അല്ല, രണ്ടും മസ്കുലിൻ ഫോമുകളാണ് കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന ഇത് എന്താ പറയുക? ബക്കും അതുപോലെ തന്നെ ഹാർട്ടും രണ്ടും എന്ത് ഫോമാണ്? മസ്കുലിൻ ഫോമാണ് കേട്ടോ. മസ്കുലിൻ ഫോമാണ്. അതിൻ്റെ ഫെമിനിൻ ആണ് നമുക്ക് വേണ്ടത്. ഇതൊക്കെ മസ്കുലിനാണ്, ഹാർട്ടൊക്കെ മസ്കുലിനാണ്. മസ്കുലിൻ്റെ ഫെമിനിൻ ഫോം എന്താണ്? ഫെമിനിൻ ഫോം എന്ന് പറഞ്ഞാൽ അതായത് റെയിൻഡിയർ ഇല്ലേ? റെയിൻഡിയർ, അങ്ങനെ ഡിയറിൻ്റെ ഒരു ഫോം ഉണ്ട് റെയിൻഡിയർ, അതാണ് ഹാർട്ട് എന്ന് പറയുക. അതിൻ്റെ മസ്കുലിൻ ഫോമാണ് റോ, അല്ല ഫെമിനിൻ ഫോമാണ് റോ, ROE കേട്ടോ. ഹാർട്ടിൻ്റെ ഫെമിനിൻ ഫോമാണ് റോ. ബക്കിൻ്റെ ഫെമിനിൻ ഫോമാണ് ഡോ, DOE ഡോ. മാനില്ലേ? ചെറിയ മാനില്ലേ? ആ മാനിനെയാണ് പറയുന്നത്. ചെറിയ കുഞ്ഞു മാനിനെ ബക്ക് എന്ന് പറയും. ആൺമാനിനെ, പെൺമാനിനെ നമ്മൾ ഡോ എന്ന് പറയും. ഇതാണ് കേട്ടോ കറക്റ്റ്. റോ ഹാർട്ടിൻ്റെയും ഡോ ബക്കിൻ്റെയും ആണ്. ഇതൊക്കെ ഫെമിനിൻ ഫോമാണ്. ഡോ ഫെമിനിൻ ഫോം, ലാഡ് ഫെമിനിൻ ഫോം ആണ്, ലാസ് ആണ് ഫെമിനിൻ ഫോം. അതുപോലെ തന്നെ ബ്യൂ മസ്കുലിൻ ഫോം ആണ്, ബെല്ലയാണ് ഫെമിനിൻ ഫോം. അതുപോലെ റോ ആണ് ഫെമിനിൻ ഫോം. ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ടെണ്ണം മസ്കുലിൻ ഫോമാണ്. ബെല്ലയും ലാസും ഫെമിനിൻ ഫോമാണ്, ബാക്കി രണ്ടും മസ്കുലിൻ ഫോമാണ്. അതിൻ്റെ ഫെമിനിൻ ഫോമുകളാണ് ഡോയും റോയും കേട്ടോ. രണ്ടും ഇതുപോലെ രീതിയിലുള്ളത്. രണ്ടും ഏകദേശം നമ്മുടെ എന്താ പറയുക ഒരു ഡിയറിൻ്റെ ഫോമാണ്. മറ്റേത് ഹാർട്ട് റെയിൻഡിയറിനെ പറയുന്നതാണ്. ബക്ക് നമ്മൾ പറയുന്നത് ചെറിയ മാനില്ലേ അതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇനിയും ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലേലിസ്റ്റ് നോക്കാൻ മറക്കണ്ട. ഇത് 11ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ സേഫ്. ബൈ.